കൊടും കുറ്റവാളികളായ മാഫിയ സംഘത്തെ നാടുകടത്തി ട്രംപിന്റെ ഉജ്ജ്വല പ്രകടനം. കോടതി ഉത്തരവ് മറികടന്ന് വെനിസുലൻ തടവുകാരെയാണ് എൽ സാൽവദോറിലേക്ക് ട്രംപ് ഭരണകൂടം നാടുകടത്തിയിരിക്കുന്നത്. കുപ്രസിദ്ധ അന്താരാഷ്ട്ര മാഫിയ സംഘമായ ട്രെൻ ഡെ അരാഗ്വ സംഘത്തിൽപ്പെട്ടവർ എന്ന് ആരോപിക്കപ്പെടുന്ന 238 പേരെയാണ് അമേരിക്ക നാടുകടത്തിയത്. എൽ സാൽവദോറിലെ കുപ്രസിദ്ധ ജയിലായ ടെററിസം കൺഫൈൻമെന്റ് സെന്ററിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. ഇവർക്കൊപ്പം MS-13 എന്ന അന്താരാഷ്ട്ര മാഫിയ ഗാങ്ങിൽപ്പെട്ടവർ എന്ന് സർക്കാർ പറയുന്ന 23 പേരെയും എൽ സാൽവദോറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന കാര്യം എൽ സാൽവദോർ പ്രസിഡന്റാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ അമേരിക്കയോ എൽ സാൽവദോറോ നാടുകടത്തപ്പെട്ടവരുടെ കുറ്റകൃത്യ പശ്ചാത്തലങ്ങളെ പറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന ഫോറിൻ എനിമീസ് ആക്ട് ഉപയോഗിച്ചാണ് ഇവരെ നാടുകടത്തിയത്. ഇതിനെതിരെ ഫെഡറൽ കോടതി ഉത്തരവിറക്കിയിരുന്നു. എങ്കിലും അതിനു മുൻപ് തന്നെ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം അമേരിക്കയിൽ നിന്ന് പറന്നുയർന്നിരുന്നു. 1 വർഷത്തേക്ക് ഇവരെ ജയിലിൽ പാർപ്പിക്കുമെന്നും വേണ്ടിവന്നാൽ തടവുകാലം വർദ്ധിപ്പിക്കുമെന്നും എൽ സാൽവദോർ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇവരെ ജയിലിൽ പാർപ്പിക്കാനുള്ള ചിലവ് അമേരിക്ക വഹിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ തുകയാണെങ്കിലും തങ്ങൾക്കത് വലിയ തുകയാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. 1798 യുദ്ധകാലത്ത് ഉപയോഗിക്കാനുള്ള ഈ നിയമം അമേരിക്ക കൊണ്ടുവരുന്നത്. ഏലിയൻ എനിമീസ് ആക്ട് എന്ന ഈ നിയമം ഇതിനു മുൻപ് 2ാം ലോക മഹായുദ്ധകാലത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നിയമം പുനരുജ്ജീവിപ്പിച്ച് വെനിസുലൻ മാഫിയ സംഘത്തിൽപ്പെട്ട കുറ്റവാളികളെ നാടുകടത്തുമെന്ന് ശനിയാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിനെതിരെ US ഡിസ്ട്രിക്ട് ജഡ്ജ് ജെയിംസ് ബോസ്ബർഗ് ഉത്തരവിറക്കി. 14 ദിവസത്തേക്കാണ് തടവുകാരെ നാടുകടത്താനുള്ള നീക്കത്തിന് തടയിട്ടത്. എന്നാൽ അതിനു മുൻപ് തന്നെ ഇവരെ സർക്കാർ നാടുകടത്തുകയും ചെയ്തു. നാടുകടത്തലിനെതിരെ സമർപ്പിച്ച കേസിൽ വാദം നടക്കവേ നാടുകടത്തൽ നീക്കം ആരംഭിച്ചതായും തടവുകാരുമായി വിമാനം ടേക്ക് ഓഫ് ചെയ്തതായും അഭിഭാഷകർ കോടതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിമാനം തിരികെ ഇറക്കാനുള്ള ഉത്തരവ് വാക്കാൽ നൽകി. എങ്കിലും ഉത്തരവ് രേഖാമൂലം നൽകിയ സമയത്ത് അതിൽ ഇക്കാര്യം ഉണ്ടായിരുന്നില്ല. പ്രാദേശിക സമയം ശനിയാഴ്ച രാത്രി 7:25 കോടതിക്ക് മുൻപിൽ ഹർജി എത്തിയത്. എന്നാൽ ഉത്തരവിറങ്ങാൻ സമയം വൈകിയതിനാൽ അത് നടപ്പിലായില്ല. കോടതി ഉത്തരവിറങ്ങിയ സമയത്ത് തടവുകാരെ വഹിച്ചുള്ള വിമാനം രാജ്യത്തിന്റെ അതിർത്തി കടന്നിരുന്നു. തടവുകാരെ നാടുകടത്തുന്നതിനെതിരെ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ACLU ആണ് കോടതിയെ സമീപിച്ചത്. സർക്കാർ കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് ഇവർ ആരോപിക്കുന്നു. എന്നാലും കോടതി ഉത്തരവിനെതിരെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അപ്പീൽ നൽകിയിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ, വെനിസുലൻ സർക്കാർ എന്നിവർ അമേരിക്കൻ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി. എൽ സാൽവദോറിലെ ടെററിസം കൺഫൈൻമെന്റ് സെന്ററിൽ 40,000 ആളുകളെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഈ ജയിലിന് നേരെ മുൻപും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിലാണ് ട്രെൻ ഡെ അരാഗ്വ, MS-13 എന്നീ സംഘടനകളെ വിദേശ ഭീകരവാദ സംഘടനകളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത്. നാടുകടത്തപ്പെട്ട വെനിസുലൻ മാഫിയ സംഘാംഗങ്ങളുടെ പേരുകൾ US സർക്കാരോ എൽ സാൽവദോറോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇവർ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന പ്രത്യേക കുറ്റകൃത്യങ്ങളെക്കുറിച്ചോ MS-13 സംഘവുമായുള്ള ഇവരുടെ ബന്ധത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. നാടുകടത്തൽ തടഞ്ഞ് കോടതി ഉത്തരവുണ്ടായിട്ടും അത് മറികടന്നായിരുന്നു ഭരണകൂടത്തിന്റെ നീക്കം. നാടുകടത്തലിനെ ന്യായീകരിക്കാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യുദ്ധകാല നിയമമായ ഏലിയൻ എനിമീസ് ആക്ട് ഉപയോഗിക്കുന്നതിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തെ തടഞ്ഞുകൊണ്ട് ഫെഡറൽ ജഡ്ജിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ നാടുകടത്തപ്പെട്ടവരെ വഹിക്കുന്ന വിമാനം അമേരിക്കൻ മണ്ണിൽ നിന്നും പറന്നുയരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി ഉത്തരവ് നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. 1798 പാസാക്കിയ ഏലിയൻ എനിമീസ് ആക്ട് യുദ്ധസമയത്ത് ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ തടഞ്ഞുവെക്കാനോ നാടുകടത്താനോ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ഒന്നാണ്. കൂട്ട നാടുകടത്തലിനെ ന്യായീകരിക്കാൻ ഈ നിയമമാണ് ട്രംപ് ഭരണകൂടം മറയാക്കിയത്. ഇതിനെതിരെയായിരുന്നു കോടതിയുടെ ഇടപെടൽ. എന്നാൽ കോടതി ഉത്തരവ് അവഗണിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. വൈകിപ്പോയി എന്നായിരുന്നു നാടുകടത്തലിൽ തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവിനെ എൽ സാൽവദോർ പ്രസിഡന്റ് നയീബ് ബുക്കലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. പ്രസിഡന്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിനൊപ്പമുള്ള വീഡിയോയിൽ കൈകളും കാലുകളും വിലങ്ങുവെച്ച് നിരനിരയായി സായുധ ഉദ്യോഗസ്ഥരുടെ കാവലിൽ വിമാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന നാടുകടത്തപ്പെട്ടവരെ കാണാം. സർക്കാർ കോടതി വിധി ലംഘിച്ചിട്ടില്ലെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റ് അവകാശപ്പെടുന്നത്. കോടതി ഉത്തരവ് പാലിക്കാൻ ഭരണകൂടം വിസമ്മതിച്ചിട്ടില്ല. എന്നാൽ നിയമപരമായ അടിസ്ഥാനമില്ലാത്ത ഉത്തരവാണിത് എന്നും പ്രസ് സെക്രട്ടറി വാദിക്കുന്നു. ഭീകരവാദികളായ TDA ഏലിയനുകളെ US-ൽ നിന്നും പുറത്താക്കിയതിനു ശേഷമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നും കരോളിൻ ലീവിറ്റ് ന്യായീകരിക്കുന്നുണ്ട്. വെനിസുലൻ മാഫിയ സംഘമായ ട്രെൻ ഡെ അരാഗ്വ അമേരിക്കയിൽ അനധികൃതമായി കടന്നുകയറി കൊള്ളയും കൊലയും ഭീഷണിപ്പെടുത്തലും തുടരുകയാണ് എന്നായിരുന്നു 1798 ഏലിയൻ എനിമീസ് ആക്ടിൽ ഒപ്പുവെച്ചുകൊണ്ട് ശനിയാഴ്ച ഡൊണാൾഡ് ട്രംപും ഈ നടപടിയെ ന്യായീകരിച്ചിരുന്നത്. അമേരിക്കയ്ക്കെതിരെ യുദ്ധം നടത്തുന്ന മാഫിയ സംഘത്തെ നാടുകടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരുന്നതാണ്. അവസാനമായി ഏലിയൻസ് എനിമീസ് ആക്ട് പ്രയോഗിക്കുന്നത് 2ാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് അമേരിക്കൻ സിവിലിയന്മാരെ തടങ്കിലാക്കാനായിരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങളെ തടയാനുള്ള US ഗവൺമെന്റിന്റെ പദ്ധതി വിപുലീകരണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ നിയമം ഉപയോഗിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 2025 ജനുവരി മുതൽ നിരവധി നഗരങ്ങളിൽ ICE റെയ്ഡുകൾ നടക്കുന്നുണ്ട്. 100 കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തു. കുട്ടികളായി US-ൽ പ്രവേശിച്ചവർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ശ്രമങ്ങളും ഭരണകൂടം വിപുലീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.